മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് പടിപൂജ പൂർത്തിയാക്കി ശബരിമല നട അടച്ചു. കുംഭമാസ പൂജകൾക്കായി നട തുറക്കുന്നതുവരെ ഇനി അയ്യപ്പൻ നിത്യനിദ്രയിൽ. ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവം കേരളത്തിലെ ഒരു അയ്യപ്പ ഭക്തനും മറക്കാൻ ഇടയില്ലാത്തതാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ അടക്കമുള്ള CPM-ന്റെ സഹയാത്രികർ അടക്കമുള്ള ഓരോരുത്തരായി ജയിലിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഏറ്റവും അവസാനം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്ന അതേ സമയത്താണ് KP ശങ്കർദാസിന്റെ കയ്യിൽ വിലങ്ങ് വീഴുന്നത്. ആശുപത്രി കിടക്കയിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം നിർബന്ധിതരായി. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ശേഷം ആറാട്ട് നടക്കും. മാളികപ്പുറത്തമ്മ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്ന ആറാട്ട്. ശബരിമലയിൽ സന്നിധാനത്ത് ആന എത്തുന്ന സമയം ആറാട്ട് മഹോത്സവത്തിനാണ്. ആ ആറാട്ടിന്റെ ഐതിഹ്യം ശബരിമലയിലെ ആറാട്ട് ദിവസം മാളികപ്പുറത്തമ്മ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുകയും ശരംകുത്തിയിലെത്തുമ്പോൾ കന്യയ്യപ്പന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്, തനിക്ക് ഇത്തവണയും അയ്യപ്പനെ വിവാഹം കഴിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ മാളികപ്പുറത്തമ്മ തിരിച്ച പോകുമെന്നാണ് ഐതിഹ്യം. മാളികപ്പുറത്തമ്മ കോപത്തിൽ ആറാടി നിൽക്കുന്ന സമയമാണിപ്പോൾ. ആ മാളികപ്പുറത്തമ്മയുടെ കോപത്തിൽ വെന്തുരുകുമോ CPM-ന്റെ രാഷ്ട്രീയം? കൂടുതൽ ആളുകൾ ഇനിയും അറസ്റ്റിലായി ജയിലിലേക്ക് പോകുമോ? പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞപ്പോൾ KP ശങ്കർദാസ് അറസ്റ്റിലായതുപോലെ അടുത്ത അറസ്റ്റ് ആരുടേതായിരിക്കും? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. ഒരു ഉന്നതൻ റഡാറിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 21 ED റെയ്ഡ് നടന്നിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തിരിമറികൾ അടക്കമുള്ള കാര്യങ്ങളാണ് ED അന്വേഷണ പരിധിയിൽ വന്നിരിക്കുന്നത്. എന്തായാലും ED-യും SIT-യും അന്വേഷണം പാരലലായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, സമാന്തരമായി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ CPM നേതാക്കന്മാരുടെ നെഞ്ചിനകത്തെത്തി ആളിക്കത്തുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ SIT-യുടെ റഡാറിലുള്ള ഉന്നതന്റെ കയ്യിൽ വിലങ്ങ് വീഴുമോ? ED-യുടെ മുന്നോട്ടുള്ള പോക്ക് ഇനി എങ്ങനെയായിരിക്കും? എന്തെല്ലാമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്? വിശദമായി പരിശോധിക്കാം. PS സൗപർണികയാണ് കൂടെയുള്ളത്. ആദ്യം നമുക്ക് ED-യുടെ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ 21 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് ED ലക്ഷ്യം വെക്കുന്നത്? എന്താണ് ED-യുടെ പ്രതീക്ഷ? ഏത് തരത്തിലാണ് ED അന്വേഷണം മുന്നോട്ട് പോകുന്ന പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കാൻ കഴിയില്ലേ? 21 ഇപ്പൊ ED പറയുന്ന പോലെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അപ്പൊ 21 സ്ഥലത്ത് ഈ പറയുന്ന പോലെ 21 സ്ഥലം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ 21 പേരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇനി എത്ര പേർ അറസ്റ്റിലാകും എന്നൊരു ചോദ്യം ബാക്കിയാണ്. നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് ED നോക്കുന്നത്. അപ്പൊ ഇപ്പോൾ അറസ്റ്റിലുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ കേസിൽ പ്രതി ചേർത്തുകൊണ്ടാണ് ED മുന്നോട്ട് പോകുന്നത്. 21 സ്ഥലത്തെ ED-യുടെ ഒരു അന്വേഷണം കഴിയുമ്പോൾ ഏകദേശ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് കരുതുന്നത്. പക്ഷെ അവിടെയും മറ്റൊരു വശമുണ്ട്. ഈ പറയുന്ന പോലെ CPM BJP അന്തർധാരയുണ്ടെങ്കിൽ ED പരാജയപ്പെടും, അല്ലെങ്കിൽ ED ഈ പറയുന്നത് പോലെ കുറ്റം തെളിയിക്കാൻ ശ്രമിക്കില്ല എന്ന് പറയുന്ന ഒരു വശമുണ്ട്. നമുക്കറിയാം, സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി നവോത്ഥാനം എന്ന് ഇടതുമുന്നണി പറയുന്ന ആ ഒരു സാഹചര്യമാണ് BJP കേരളത്തിൽ വളരാനുള്ള ഒരു മണ്ണ് ശരിയാക്കി കൊടുത്തതെന്ന് പറയേണ്ടി വരും. കാര്യം ആ സമയത്ത് BJP നടത്തിയ സമരങ്ങൾ, ആ സമയത്ത് BJP എടുത്ത നിലപാടുകൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്ന് ഈ പറയുന്ന പോലെ ഇടത് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാകുകയും BJPക്ക് അനുകൂലമായ ഒരു തരംഗം ചെറിയ തോതിലെങ്കിലും കേരളത്തിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടായത്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വരുമ്പോൾ ഈ പറയുന്ന പോലെ ഏറ്റവും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. പക്ഷെ BJP പ്രത്യക്ഷത്തിൽ വലിയ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നില്ല. ഈ പറയുന്ന പോലെ വലിയ തലത്തിലേക്ക് അവരെന്തൊക്കെയോ ചെറുതായി കാട്ടിക്കൂട്ടുന്നു എന്നതിനപ്പുറം, അല്ലെങ്കിൽ പൊതുജനത്തിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവരൊന്നും ചെയ്യുന്നില്ല BJP. അങ്ങനെ BJP CPM ഒരു ഡീൽ ഉണ്ടെങ്കിൽ ED എത്രയൊക്കെ തലകുത്തി, അല്ലെങ്കിൽ ED പറയുന്ന പോലെ ശരിയായ രീതിയിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകില്ല. മറിച്ച് ED കേസ് മുന്നോട്ട് ശരിയായ രീതിയിൽ കൊണ്ടുപോയാൽ ഇനിയും CPM-ലെ പല നേതാക്കളും SIT അറസ്റ്റ് ചെയ്യാത്ത പലരെയും ED അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്ന അതേ സമയത്താണ് ഒരു ദേവസ്വം ബോർഡ് മെമ്പറുടെ കയ്യിൽ വിലങ്ങ് വീഴുന്നത്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുമ്പോൾ ഒരു ഉന്നതന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന്. അതിനു മുന്നേ ഒരു VVIP അറസ്റ്റ് നമ്മൾ പറഞ്ഞു. അതിനുശേഷമാണ് തന്ത്രി അറസ്റ്റ് ചെയ്യുന്നത്, തന്ത്രിയുടെ അറസ്റ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട, അടുത്ത അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൃത്യമായ സോഴ്സിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഒരു ഉന്നതൻ കൂടി റഡാറിൽ
കരാറിൽ ഉണ്ട്. ആ ഉന്നതന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. നമുക്ക് തൽക്കാലം പേര് പറയാൻ നിർവാഹമില്ല, കാരണം അത് അന്വേഷണത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആ പേര് നമ്മൾ പറയാത്തത്. ഒരു ഉന്നതന്റെ അറസ്റ്റ്, അതായത് ദേവസ്വം ബോർഡുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഉന്നതന്റെ അറസ്റ്റ് അടുത്തു തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ അറസ്റ്റ് കഴിയുമ്പോൾ CPM വീണ്ടും പ്രതിരോധത്തിലാകില്ലേ? തീർച്ചയായും ആ അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ CPM വീണ്ടും പ്രതിരോധത്തിലാകുന്ന നിലവിൽ പ്രതിരോധത്തിലായ CPM പ്രതിരോധത്തിന്റെ പടുകുഴിയിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അടിമുടി പ്രതിരോധത്തിലായ CPM-നെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലാണ് ഒരു ഭാഗത്ത് ED-യുടെ അന്വേഷണം നടക്കുന്നത്, മറുഭാഗത്ത് SIT-യുടെ അന്വേഷണം കൂടി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് മാത്രമാണല്ലോ കേസ് പോകുന്നത്. ഇപ്പോഴും ഹൈക്കോടതി നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായും ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ചെറിയ പ്രതീക്ഷ ഇപ്പോഴുണ്ട്. കാരണം ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവം ശബരിമല അയ്യപ്പന്റെ ഭക്തർക്ക് ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്തതാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണങ്ങളിൽ ഒന്നായ ഈ കുംഭകോണം നടന്നിട്ട് ആദ്യഘട്ടങ്ങളിൽ വളരെ നിസ്സാരമായി കാണുകയും പിന്നീട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേസ് അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രം ശങ്കർദാസിനെ വരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയുമാണ്. അതോടൊപ്പം തന്നെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്ര കുംഭകോണത്തിലെ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യണം, ശബരിമല അയ്യപ്പന്റെ നഷ്ടപ്പെട്ട സ്വർണം മുഴുവൻ വീണ്ടെടുക്കണം. അതിനുവേണ്ടിയുള്ള അന്വേഷണവും അതിനുവേണ്ടിയുള്ള നടപടികളും അന്വേഷണ സംഘങ്ങളുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. എന്തായാലും അയ്യപ്പ ഭക്തർക്ക് നീതി ലഭിക്കണം. ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട കള്ളന്മാരെ നിയമത്തിന് മുന്നിൽ മുഴുവൻ ആളുകളെയും അവസാന ആളിനെ വരെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയും. രാഷ്ട്രീയമായ ഇടപെടൽ നടന്നിട്ടില്ലെങ്കിൽ ഏറ്റവും മികച്ച സംഘം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ രാഷ്ട്രീയപരമായി ഒരു ഇടപെടൽ ഉണ്ടാകില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാനുള്ള കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രമാണ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ അതിനിർണായകമായ ഒരു വാർത്ത വരാനുണ്ട്. ആ വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ED-യുടെ റെയ്ഡ് ഈ പ്രതികളുടെ വസതിയിലടക്കം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ശബരിമലയിലെ ഈ സ്വർണ്ണ ഉരുപ്പടികൾ അടക്കമുള്ള ഇവരുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ED-ക്ക് അത് കണ്ടെത്താൻ കഴിയും. ED-യെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടെത്തുക, അതോടൊപ്പം തന്നെ ഇത് കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയുക എന്നതാണ് ED-ക്ക് മറ്റ് ബാഹ്യ നിലപാടുകൾ അല്ലെങ്കിൽ പ്രതികളെ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കൊന്നും ED കടക്കില്ല. ED-ക്ക് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ ലഭിക്കേണ്ടത്. എന്തായാലും ഇത് ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റിലായ ആളുകളുടെ വീട്ടിൽ ഇത്തരത്തിൽ റെയ്ഡ് നടത്തുമ്പോൾ തീർച്ചയായും CPM-ന് ഒരു ഭയം വന്നിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇല്ല, തർക്കമില്ല. കാര്യം സ്വാഭാവികമാണല്ലോ. ഈ പറയുന്ന പോലെ അകത്ത് കിടക്കുന്ന പത്മകുമാറിന്റെയോ വാസുവിന്റെയോ ഒക്കെ കൈകളിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ റെയ്ഡ് നടത്തുമ്പോഴാണ് സാധനങ്ങൾ കിട്ടുന്നത്. എന്തെങ്കിലും ഉരുപ്പടി അല്ലെങ്കിൽ ശബരിമല അയ്യന്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്വർണമോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി CPM എന്താണ്, ഈ പാർട്ടി തന്നെ ഇല്ലാതാകുന്ന തലത്തിലേക്ക് മാറും. കാര്യം ഇതുവരെയും പത്മകുമാറിനെ തള്ളി പറഞ്ഞിട്ടില്ല, തള്ളിപ്പറയാൻ പാർട്ടിക്ക് കഴിയത്തുമില്ല. ആ ഒരു സാഹചര്യത്തിൽ ED ഏതെങ്കിലും തരത്തിൽ സ്വർണമോ എന്തെങ്കിലും ശബരിമലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് ഈ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പാർട്ടി വലിയ ഒരു പ്രതിസന്ധിയിലാകും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിലേക്ക് പാർട്ടി പ്രതിരോധത്തിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അതായത് ഈ കേസിനകത്തെ പ്രതികളായ ആളുകളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒരേ സമയമാണ് പരിശോധന നടക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ED സംശയിക്കുന്നത്. കേസിലെ പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ, വാസു, മുരാരി ബാബു എന്നിവരുടെ വീടുകളിൽ പുലർച്ചെ മുതൽ പരിശോധന ആരംഭിച്ചു. കേസുമായി ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരുടെ വസതികളിലും അന്വേഷണ ഉദ്യോഗസ്ഥരെത്തി. അതായത് അവർ തമിഴ്നാട് സ്വദേശിയാണ്, ഒരാൾ കർണാടകക്കാരനാണ്. സ്വർണം മാറ്റിയതിലും വിട്ടയച്ചതിലും വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നതായാണ് ED-യുടെ ഒരു പ്രാഥമികമായ കണ്ടെത്തൽ. കേരളത്തിന് പുറത്ത് ശക്തമായ പരിശോധന നടക്കുന്നുണ്ട്. അതായത് കേരളത്തിൽ മാത്രമല്ല, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ എന്ന സ്ഥാപനത്തിലും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ വസതിയിലും ED ഒരേ സമയമാണ് പരിശോധന നടത്തിയത്. ശബരിമലയിൽ സമർപ്പിക്കപ്പെട്ട സ്വർണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഉറവിടങ്ങളും അവ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നതും വ്യക്തമായി കണ്ടെത്തുകയാണ് ഈ റെയ്ഡുകളുടെ ലക്ഷ്യം ഉള്ളത്. വരും ദിവസങ്ങളിൽ മറ്റു ചില പ്രധാനികളുടെ, അതായത് കൃത്യമായി നമ്മൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി പറയുന്നു, നിലവിൽ അറസ്റ്റ് ചെയ്യാത്ത, നിലവിൽ കസ്റ്റഡിയിൽ എടുക്കാത്ത മറ്റു ചില പ്രധാനികളുടെ വീടുകളിലും സ്ഥാപനത്തിലും കൂടി ED റെയ്ഡ് നടത്താൻ പോവുകയാണ് എന്ന കാര്യത്തിലും തർക്കം വേണ്ട.